കൂടെ ഒരു അതിഥി കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ്. ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും UAE സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ചും ഒരു 1.5 വർഷത്തോളമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളതാണ്. UAEയുടെ കോർപ്പറേറ്റ് ടാക്സ് സിമ്പിൾ ആണ്, അതുപോലെ തന്നെ പവർഫുൾ ആണെന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3.75 ലാഖ് ദിർഹംസിന് മുകളിലേക്ക് വാർഷിക വരുമാനമുള്ള ഏതൊരു കമ്പനിയും 9% നികുതി അടച്ചിരിക്കണമെന്ന് പറയുന്നു. അത് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറുതാണെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ആസിഫ് പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് അറിയാൻ, അതായത് ഒരു കടല് പോലെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ്. എക്സാക്ട്ലി. കാരണം പേരിൽ പോലും കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു കോംപ്ലക്സ് വിഷയമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ മേക്ക് ഇറ്റ് മോർ സിംപ്ലർ. ഇത് നമ്മുടെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വർഷങ്ങളുടെ ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയിലാണെങ്കിലും ശരി, ഓഡിറ്റ് സർവീസസിന്റെ മേഖലയിലാണെങ്കിലും ശരി, വർഷങ്ങളുടെ പരിചയമുള്ള പാരമ്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. We are having Shirley Matthew on our show. Welcome to Dilse Morning. Good morning. Thank you. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഒരുപാട് ഫേംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്വന്തമായിട്ട് UAE ഒരു ഫേം ഇപ്പൊ റൺ ചെയ്യുന്ന ഒരാളാണ്, സ്റ്റാൻഫോർഡ് അക്കൗണ്ട്സ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് സർവീസസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാം സുഖം. ഓണമൊക്കെ എത്തട്ടോയി. ഓണം എന്ന് പറഞ്ഞാൽ UAE ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ജനിച്ചു വളർന്ന ആയതുകൊണ്ട് ഓണമില്ലെന്നാണോ ലാംഗ്വേജിന്റെ എല്ലായിടത്തും ഞാൻ ശരിക്കും ലാറ്റില്ല. സോ ഐ മൈ ബി ഗ്രമറ്റിക്കലി മിസ്റ്റേക്ക് കാണും, കൊളോക്കിയൽ കുറെ ടേംസ് യൂസ് ചെയ്യും. അപ്പം അതിന് ഒരു ഡിസ്ക്ലെയിമർ. ഓണം ഒക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഓൾറെഡി ഒരു ഓണം തീർന്നു. ഞങ്ങൾ കേരള CAS ഒരു ഓണം തീർന്നു. ഇനി അടുത്ത് ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങള് CA പെണ്ണുങ്ങൾക്ക്, അതിൽ നമ്മള് മലയാളികൾ ഭയങ്കര കുറവാ. അവരെല്ലാം നോക്കിയിരിക്കുക ഇങ്ങനെ ലാസ്റ്റ് ഇയർ പ്ലസ് അവരെല്ലാം അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിലും ഞങ്ങളെല്ലാം ഓണം തൊട്ട് ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ പേരൻസ് ഭയങ്കര പർട്ടിക്കുലറാണ്. ഈ മലയാളികൾ പറയത്തുള്ളൂ റൈറ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ കോർപ്പറേറ്റ് ടാക്സിൽ കുറെ പേർക്ക് കുറെ സംശയങ്ങളുമായിട്ട്, കുറെ പേർക്ക് ഫൈൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നതായിട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പേരിൽ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് അല്ലേ? കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി ആരൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? അത് കോർപ്പറേറ്റുകൾ മാത്രം അടച്ചാൽ മതി, അതോ ചെറുകിട സ്ഥാപനങ്ങളും ഒക്കെ അടയ്ക്കണം, അതോ വ്യക്തികളും അടയ്ക്കണോ? ഇതില്ലെന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ UAE രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസ്, ഓക്കെ, എക്സെപ്റ്റ് കുറച്ച് ഉണ്ട് നമ്മളെ ഗവൺമെന്റ് എൻറ്റിറ്റീസ്, ബിസിനസ്, അങ്ങനെ കുറെ ഇതുണ്ട്. അതെല്ലാവരും ഇതിന് രജിസ്റ്റർ പറഞ്ഞാൽ അവര് ഇവിടെ മാനേജ് ആൻഡ് കൺട്രോൾ. അപ്പൊ അവരുടെ മാനേജ്മെന്റ് ഇരുന്നിട്ട് എലിജിഷൻ എടുക്കുവാണെങ്കിൽ പിന്നെ അത് നാച്ചുറൽ പേഴ്സൺ, നാച്ചുറൽ ഞങ്ങളെ ഇതിൽ നിന്ന് പറഞ്ഞ ഒരു ആള്, അവര് ഇപ്പം ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി നടത്തും. അവരുടെ ബിസിനസ് ഇൻകം ബിസിനസിന്റെ 1 million ജാൻ ടു ഡിസംബർ ആയപ്പോഴും കാലണ്ടറിന്റെ ഉള്ളിൽ ഇപ്പം 1 million ആയിട്ടുണ്ടോ അപ്പൊ രജിസ്റ്റർ ചെയ്യണം. അവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ. ദാറ്റ് മീൻസ് ഫ്രീലാൻസിംഗ്. License illa, even influencers who might be owning up to 1 lakh. End of the day, there is some category which is exempt, which we have to more in deep for that. But നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇവിടെ ഒരു ലൈസൻസ് എടുത്തില്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആക്ടിവിറ്റി നമ്മൾ നടത്തുമെന്ന് വെച്ചു, ഗിവിംഗ് എ സർവീസ് ടു സമ്മൺ. ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പനിക്ക് നമ്മളുടെ സർവീസ് കൊടുക്കുമ്പോഴത്തേക്ക് ആ സർവീസ് അവരുടെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യും. അപ്പം that means you are giving a service for the business of the company, which is for you it will be taxable when you touch the threshold of 1 million. That is sales. വാർഷിക വരുമാനം വരുന്ന സമയം. പക്ഷേ അതിൽ വലിയൊരു കൺഫ്യൂഷൻ, പ്രത്യേകിച്ച് ഈ പേര് ലൈക്ക് ഇറ്റ് സെൽഫ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് വന്നതുകൊണ്ട് കുറെ ഉണ്ടായ കൺഫ്യൂഷൻ. ലൈക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യുന്ന ചെറുകിട ബിസിനസ് ചെയ്യുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. ലൈക്ക് നമുക്കറിയാം കഫറ്റീരിയാസ് പോലെയുള്ളത് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുസ് ആണെങ്കിലും ഇഫ് ദേ ആർ അച്ചീവിംഗ് അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ക്രൈറ്റീരിയയിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഈസ്. ഇപ്പം ഈ ലൈസൻസ് ഉണ്ട്, ഹോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ലൈസൻസ് ആണെങ്കിൽ വരും. അല്ല നമ്മൾ ഇപ്പൊ ഒരായിട്ട് ക്രിയേറ്റ് ചെയ്തു 2 ഓണേഴ്സ് ഉണ്ട്, LLC ആയിട്ട് അവർക്ക് ഒരു MOA ഉണ്ട്. അങ്ങനത്തെ കമ്പനീസ് ദേ ഹാവ് ടു ഡു ഇറ്റ് വിത്തിൻ ദ ടൈം പീരിയഡ് ഗിവൻ. സംശയമുള്ളതാണ്. അല്ല, ഫൈൻ വരുന്നുണ്ട്, 10,000 ഫൈൻ വരുന്നുണ്ട്. അതൊന്നും ചെയ്യാവില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫൈൻ. എങ്ങനെയാ ഇതിന് രജിസ്റ്റർ ചെയ്യണ്ടേ? ലൈക്ക് ഒരു മിനിറ്റ്, അതിന്
പോകുന്ന മുമ്പ് just tell a income under for the individuals is not tax. Okay. ഒന്ന് changes. ശരി. പിന്നെ അവരുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, പിന്നെ അവരുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, ഈ മൂന്ന് വന്നാൽ നമ്മൾ നാച്ചുറൽ പേഴ്സൺ ആളുടെ കയ്യിൽ അത് ടാക്സ് ദാറ്റ് ഈസ് എ പേഴ്സണൽ നേച്ചർ. അത് അക്യുറേറ്റ് വരുമ്പോൾ അവർ ആ ബിസിനസ് ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് വരുന്നത് അല്ലേ, അത് വെരി ക്ലിയർ. പിന്നെ യു ആസ്ക്ഡ് വാസ് ദാറ്റ് ലൈക്ക് എങ്ങനെ രജിസ്റ്റർ ഞാൻ ഒരു ടൈം ലൈൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മളുടെ FDA ഇത് പബ്ലിഷ് ചെയ്ത സാധനം 1st March മുമ്പേ 1st March 2024 before March 2024 whoever has registered or incorporated company it has given inline. ഇപ്പൊ അത് കുറേ ഉണ്ടാകുന്നു. Jan, March കുറേയാണ്. August or September is 31st October. Okay, 31st October ഉള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. And if it is October, November, 3rd November and December 31st December ഇതെല്ലാം FDA ശരിക്കും ക്ലിയർലി നമുക്ക്. പിന്നെ ഇതിന് ഏത് മാസം ഇത് ലൈസൻസ് മാസം തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ടോ മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വിച്ച് ലൈസൻസ് ഈസ് ദ ഏർലിയസ്റ്റ്. നമുക്ക് ജനുവരി ഉണ്ട്, നവംബർ ഉണ്ട്, 3 ലൈസൻസ് ഉണ്ട്. ജനുവരി വിൽ ബി ദ വൺ വേർ യു ഹാവ് ടു രജിസ്റ്റർ ദ ഫസ്റ്റ് വൺ. എത്ര വരെ ഉണ്ടോ ഇത്രയും നാളുകൾക്ക്? അല്ലല്ല, അത് ഓൾറെഡി ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ദിസ് ഇസ് ഫോർ കമ്പനീസ് രജിസ്റ്റേർഡ് or incorporated before 1st March 2024. ഇനി companies are registered after 1st March 2024. 2004 ശേഷം പിന്നിലുമാണ് പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ മാർച്ചിന് മുന്നേ ശേഷം ചെയ്തവർക്കാണ്. അത് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 months from the date of issue or from the incorporation date ഒരു കമ്പനി ലൈസൻസ് കിട്ടിയിട്ടുള്ളത് 1st March 24 കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അതിന് 3 മാസത്തിനുള്ളിൽ തന്നെ അവര് ടാക്സ്. മാക്സിമം ഫൈൻസ് വരുന്ന അതില്ല. ഇന്നറിയോ ആൾക്കാർ, അതായത് മാർച്ചിൽ തുടങ്ങിയ ഒരാളാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് അവസാനിക്കുന്നതിന് മുൻപേ അത് ചെയ്തിരിക്കണം, ടാക്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ എത്രയാണ് ഫൈൻ? 10,000 dirhams. അത് നമുക്ക് വന്ന് കിടക്കും. ഓൾറെഡി നമ്മൾ കുറെ പേര് ഇവിടെ അറിയാൻ വയ്യാത്ത, നമ്മൾ ഒരു കൺട്രി വന്നു കഴിഞ്ഞ് ബിസിനസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിയുന്ന വാട്ട് ഈസ് ദ കംപ്ലയൻസ് ഓഫ് പ്ലേ നമ്മൾ അറിയത്തില്ലെന്ന് എടുക്കുന്നില്ല. അല്ല മാം, അതിലൊരു അതായത് ഇന്ത്യയിൽ എന്നൊക്കെ വെച്ച് അഡ്വാൻസ് ടാക്സ് സംവിധാനം ഉണ്ട്. ഇപ്പോൾ ടാക്സ് വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പേ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ലല്ലോ. ഇത് ഇപ്പൊ ഞാൻ നമ്മളുടെ ക്ലോസിംഗ് സപ്പോസ് നമ്മുടെ ടാക്സ് പീരിയഡ് ഇസ് 1st Jan 2024 December 2022 നമ്മളെ ടാക്സ് പീരിയഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫയൽ ചെയ്താൽ മതി. സോ ഫൈലിംഗ് ആൻഡ് രജിസ്റ്ററിംഗ് ഇസ് ടു ഡിഫറെന്റ്. ശരി. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യാൻ. രജിസ്റ്റർ ബിക്കോസ് അത് ഈ സ്റ്റാർട്ടിങ്ങിൽ FDA കുറെ പേരോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ. നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞു, പക്ഷെ ആരും രജിസ്റ്റർ ചെയ്യുന്നില്ല. രജിസ്റ്ററിംഗ് വെരി ലെസ് ദ കമ്പനീസ്. അപ്പൊ ഇത് യു കൻ ഇമാജിൻ ദ സിറ്റുവേഷൻ. ഇത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് രജിസ്റ്റർ ചെയ്ത് ആൻഡ് ഇമാജിൻ ആൻഡ് ദ ബർഡൻ ഓൺ മിസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ 1st March ആണെങ്കിൽ ഇതിന്റെ ഇത് ചെയ്യണം, അത് കഴിഞ്ഞാണെങ്കിൽ അതിപ്പോ ശരിക്കും ക്ലാരിഫൈഡ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം, അതായത് രജിസ്റ്റർ മാത്രം ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം പൂർത്തിയാക്കി അതിന്റെ വാർഷിക വരുമാനം അനലൈസ് ചെയ്ത് അതിന്റെ 9%, right? 9% ഓൺ ദ ഫസ്റ്റ് 375,000 നമ്മൾ 0 ആയിരിക്കും. അതായത് 3,75,000 ദിർഹംസിന് മുകളിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് അത് ഒരു വർഷം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അടച്ചാൽ മതി. രജിസ്റ്റർ നമ്മുടെ ഈ ക്ലോസിംഗ് ഓഫ് ദ ഇയർ 9 months കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഫയലിംഗ്. 9 മാസം കഴിഞ്ഞ് ഈ ഫയൽ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണോ ഈ ഫൈൻ്റെ എല്ലാവരും അറിയുന്ന? ഒരു പക്ഷേ അല്ല, പക്ഷെ ഇത് എന്താണെന്നറിയാം, എനിക്ക് ഫീൽ ഒരു കമ്പനിക്ക് ആ ഒരു കൺട്രിയുടെ ഇൻഡെക്സ് കംപ്ലയൻസ് ശരിക്കും ഇത് ടാക്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നോട്ട് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ മനസ്സിലാകണം. എന്നാൽ ഇവിടെ ശരിക്കും ഈ ഒരു ബിസിനസ് എൻവയറമെന്റ് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ ബിസിനസ്സസ് ഇല്ലേ, ഏത് സ്കെയിലും നോ റെസ്ട്രിക്ഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലയൻസ്. അപ്പൊ ഇതിനുള്ളിൽ ഞാൻ മറ്റേ ഇതൊക്കെ ചെയ്യണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അഡ്വൈസ് ഇമ്പോർട്ടന്റ് ആണോ? ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കണം. ഡെഫിനറ്റ്ലി അത് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യണം. അത് ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ ഈ പ്രോഫിറ്റാ പറയാം, പ്രോഫിറ്റ് ചെയ്തിട്ടാ പ്രോഫിറ്റ് വരുന്നത്. പിന്നെ ഈ എക്സ്പെൻസ് ഇല്ല, കുറെ എക്സ്പെൻസ് അലൗഡ് അല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഏത് അലൗഡ് അല്ല. ഇപ്പം ഫോർ ഐ ഗിവ് യു ഫ്യൂ എക്സാമ്പിൾ. ഇപ്പൊ എക്സ്പെൻസ് ഓൺ എംപ്ലോയീസ് അത് നമ്മൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഒരു what is something which is not for the you can make is not for the business and it is for something else, maybe they will take the view is that
പക്ഷെ അല്ലെങ്കിൽ എംപ്ലോയീസിന് പോലെ എക്സ്പെൻസ് എന്റർടൈൻമെന്റ് ഈസ് അലൗഡ്. ആൻഡ് വെൻ യു ഹാവ് എനി എന്റർടൈൻ എക്സ്പെൻസ് ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ 50% അലൗഡ്. പിന്നെ ഫൈൻസ് ആൻഡ് പെനാൽറ്റി ബ്രൈബ്സ് ആർ നോട്ട് അലൗഡ്. അപ്പം പിന്നെ നമ്മൾ ഈ ക്വാളിഫൈ ബെനിഫിറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കുറെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ലിസ്റ്റിൽ നമ്മൾ പോകണ്ടല്ല എക്സ്പെൻസ് ആയിട്ട് ഫെഡറലിൽ 18 അബുദാബിയിൽ 7 ആണെങ്കിൽ വി ക്യാൻ ക്ലെയിം ഇറ്റ് ആസ് ആൻ എക്സ്പെൻസ്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു രീതിയാണ്, അതായത് ചില ഉടമകളുടെ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്യും, ആ രീതിയിലേക്ക് ശമ്പളം പറ്റുന്നതായിട്ട് കാണിക്കും. അതായത് ഒരു ലാഭത്തെ അവർ അക്വയർ ചെയ്യുന്ന ലാഭത്തെ അവർ ഒരു പക്ഷേ അവർ ഇതിൽ നിന്നായിട്ട് കാണിക്കും. അങ്ങനെ ഇത് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യത? ഇതില്ല. ശരിക്കും അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാള് ഓണറാന്ന് വെച്ചു, പക്ഷെ ആ ആള് കമ്പനിക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? ഓണർ ആണെങ്കിൽ എക്സ്പെർട്ടീസോ മാനേജ്മെന്റ് അപ്പൊ ആ ഒരു സെയിം സർവീസ് ഒരു തേർഡ് പാർട്ടി നമ്മൾ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരാൾ എടുക്കുവാന്ന് വെച്ചു, അത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ വേറെ ഡോക്ടേഴ്സിന്റെ കാര്യം, ഇപ്പൊ ഇവിടെ ഉള്ളവരിൽ നോക്കണമെങ്കിൽ പലരും ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു സമയം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരുടേത് ഒരു പ്രോപ്പർ ശമ്പളം പേറോളിലാണ് വരുന്നത്, അവരത് വിസിറ്റിംഗ് ഫീസായിട്ടാണ് അവർ വാങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ഫ്രീലാൻസ് വിസയിലുള്ളവർ, ഇവരൊന്നും ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നാലൊട്ട് ഒരു കമ്പനിയുടെയും പേറോൾ ശമ്പളം വാങ്ങുന്നില്ല, അവർ സമ്പാദിക്കുന്നുണ്ട്. അവർ ഏത് കാറ്റഗറിയിൽ ഈ കൂട്ടത്തിൽ പെടുവോ? അത് ശരിക്കും നമുക്ക് കേസ് എടുക്കാൻ ഒക്കത്തുള്ളൂ, ഒരു ജനറൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതാ പറയുന്നത് ഇവിടെ തന്നെ ഇപ്പം പറഞ്ഞു കൂട്ടുക എല്ലാം ദിവസം വരാൻ ഒക്കും ഇതവത്തില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യമായാലും എടുക്കാൻ ഒക്കത്തുള്ളൂ. ഇത് വെച്ചിട്ട് ലോ നോക്കണം, ഇത് അലൗഡ് ആണോ ശരിക്കും. ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ മാസവും ഒരു പക്ഷേ ഒരു സെമിനാർ ഉണ്ട് ഓൺ കോർപ്പറേറ്റ് ടാക്സ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. ഇമാജിൻ ദ ഏരിയ മൂവിംഗ് ഫോർവേഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓഫീസിൽ നിൽക്കുന്ന ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ വേറെ എന്തെങ്കിലും ഒരു ഇത് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കമ്മീഷൻ വഴി നമുക്ക് ബാങ്ക് വഴിയാണ് അദ്ദേഹത്തിന് ഒരു പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ, അല്ല അതിന് ഒരു കമ്മീഷൻ എമൗണ്ട് കിട്ടുന്നത്, ഇത് ഈ പറയുന്ന എമൗണ്ടിൽ കൂടുതലായാൽ അദ്ദേഹത്തിന് ടാക്സ് പേയബിൾ ആവില്ലേ? അല്ല, അതാ ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു സിംഗിൾ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. മീൻസ് വി ഹാവ് ടു സീ വാട്ട് ഈസ് ദ സറൗണ്ടിങ് ഫാക്ടേഴ്സ്. അപ്പം വാട്ട് ഓൾ ഹി ഫോൾസ് അണ്ടർ, whether he is fulfilling this condition. See, നമ്മളിപ്പം ഒരു ആളോട് ഡയറക്ട്ലി പറയുമ്പോൾ that also may lead to a fine. Exactly. ഒരിൽ പറഞ്ഞിട്ടില്ല, situation ആയാലും have to study look about into that. Yes, this and what is the applicability of the tax in that. Whether he is coming under, whether he is having a P, അത് P establishment എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു അഡ്വൈസ്. ഈവൻ കമ്പനീസ്, ഇപ്പം കമ്പനീസിന് ഒരു പ്രോപ്പർ റിഡക്ഷൻ ഫ്രം ഇവരുടെ സൈഡ് ഉണ്ടാവൂലേ? അപ്പം ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവര് very 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 important because ഇവിടെ നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ ഫയൽ ചെയ്ത് വെച്ചു. the supporting docs have to ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 7 years. അതുമല്ല പറയുന്ന പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് കം, പക്ഷെ വി ഹാവ് ടു ഹാവ് ദ ജസ്റ്റ് ലൈക്ക് വി ഷുഡ് ഹാവ് ദ സപ്പോർട്ടിങ്സ്. അപ്പൊ നമുക്ക് ചില അവരുടെ പേര് കമ്പനിയുടെ പേര് കിട്ടാതെ ഇൻവോയ്സ് എടുക്കണോ ഇല്ലയോ, ഓൾ ദോസ് തിങ്സ് വിൽ കം ഇൻ ടു ഫോർ ദാറ്റ് ഈസ് വാട്ട്. ബിക്കോസ് ചില കമ്പനീസ് ഒക്കെ ജസ്റ്റ് കീപ്പ് എൻ അക്കൗണ്ട്. ഇനി അക്കൗണ്ട് നോക്കി നമ്മൾ പ്രൊഫൈൽ തന്നെ ഞങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും FTA പബ്ലിക് ക്ലാരിഫിക്കേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹൗ ക്യാൻ യു ആക്ച്വലി എക്സ്പെക്ട് ആൻ അക്കൗണ്ട്? ഞാൻ വളരെ അടുത്ത എന്റെ ഫ്രണ്ട് കമ്പനി, അപ്പൊ അവർക്ക് ഈ നമ്മൾ ഈ POs ബാങ്ക് പോലെ തന്നെ POs ഇഷ്യൂ ചെയ്യല്ലോ. അപ്പൊ ഈ POs ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ 10-100 POs ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ഈ 7 വർഷങ്ങളോ എന്ന് പറഞ്ഞാൽ അവർ ഒരു ടോപ്പ് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്താണ് റാക്ക് അടിച്ചിട്ട് ഇത് വെച്ചേക്കുന്നത്. 7 years കഴിയുമ്പോൾ അവിടെ എടുത്ത് മായ്ച്ചു കളയും. വേണമെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പി മാത്രം. പക്ഷേ ശരിക്കും ഒരു സോഫ്റ്റ് കോപ്പി വെക്കുന്ന നല്ല ഐഡിയ. നമുക്ക് റെഫർ ചെയ്യാം. അതൊരു സെർവർ വെച്ചിട്ട് നമ്മളിവിടെ 7 years നിൽക്കണം എംപ്ലോയീസ്. നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ വെദർ മൈ ബിസിനസ് ഈസ് എക്സ്പോസ് എനി പെനാൽറ്റീസ് ബിക്കോസ് ഓഫ് ദാറ്റ്. നമ്മൾ എംപ്ലോയീസും പുറത്ത് മാത്രം ഇതിന് വേണ്ടി ബിസിനസ് വിച്ച് ഈസ് ബീങ് എക്സ്പോസ്ഡ് ടു a penalty. That's right. അപ്പോൾ എന്തായിരുന്നാലും ഷേർലി മാത്യു മാമിന്റെ ഒരു പ്രൊഫൈൽ പറയാനാണ് ഒരുപാട് നമ്മൾ പറയേണ്ടതാണ്. അത്രയും വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ അത്രയും വർഷത്തെ ഒരു ഈ ഒരു മേഖലയിലുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ പറഞ്ഞല്ലോ എല്ലാം പേഴ്സണലൈസ്ഡ് ആയിരിക്കും പ്രോബ്ലംസ്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരു കാര്യം ഒറ്റയടിക്ക് ചോദിച്ചാൽ ഒരു 100 പേർക്ക് ഉത്തരം കിട്ടുന്ന ഏരിയ അല്ല. നിങ്ങൾക്ക് 100 പേർക്കാണെങ്കിൽ 100 തരത്തിലുള്ള കേസസ് ആണ്. ഈ കാറ്റഗറി, അതായത് ഏറ്റവും കൂടുതൽ പേര് അന്വേഷിച്ച് ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്നവരെ അവരുടെ വരുമാനം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ മാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മാം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ആക്ച്വലി ദിൽസൺ 90.8 FM നമ്പർ
നമ്പറിലേക്ക് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാം. അത് നമുക്ക് ഷെയർ നമ്മളത് ചെയ്ത് പാസ് ഓൺ കൊടുക്കാവുന്നതാണ്. ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം CA റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു CA-കാരനാണ് ഇനിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കും നമ്മുടെ ദിൽസ 90.8 FM വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അത് നമുക്ക് എനിക്കൊന്ന് CA മാത്രമല്ല മറ്റ് CA അല്ല, designations ഞങ്ങൾ ഉണ്ടല്ലേ? ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഗ്രൂപ്പ് ശരിക്കും ഇവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ജോബ് ഗ്രൂപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അത്. അതൊന്നും നമ്മൾ പല സ്ഥലത്തുനിന്നും നമുക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി ഇടാതെ ഒരു ജോബ് that's a great initiative. അതെ. ക്രോസ് ചെക്ക് ചെയ്ത് അത് HR professionals in that group. So അവർക്ക് വരുന്ന വേക്കൻസി ഇടുന്നുണ്ട്. ഞങ്ങളുടെ അല്ലാതെ അക്കൗണ്ടൻസ്, എഞ്ചിനീയേഴ്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുൾ. അത് വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിക്കാർക്ക് നിങ്ങൾ വേക്കൻസി ഉണ്ടെങ്കിൽ അതും ബന്ധപ്പെടാം. very helpful. They forward it to us and we can put in the absolutely. അപ്പൊ എന്തായാലും that was Shirley Matthew ma'am with us. ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് മേഖലയിൽ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട്. Dil Se Classics, brought to you by